ദേശീയപാത നിർമ്മാണവുമായി ബന്ധപ്പെട്ട് മുണ്ടയാട് ചാലിൽമൊട്ട പള്ളിപ്പുറം ഭാഗത്ത് നിർമ്മിച്ച പാലത്തിന് ആവശ്യമായ ഉയരമില്ലെന്നും അതിനാൽ അടിപ്പാതയുടെ നിർമ്മാണം അശാസ്ത്രീയമാണെന്നും ആരോപിച്ച് പ്രത്യക്ഷ സമരവുമായി പ്രദേശവാസികൾ രംഗത്ത്. നേരിട്ട് പ്രദേശത്ത് എത്തി പരിഹാരമുണ്ടാക്കാം എന്ന് പറഞ്ഞിട്ടും അധികൃതർ വാക്ക് പാലിക്കാത്തതിൽ പ്രതിഷേധിച്ച് സമരക്കാർ ദേശീയപാത പ്രവൃത്തി തടസ്സപ്പെടുത്തി. ഈ വിഷയം ചൂണ്ടിക്കാട്ടി കേന്ദ്ര ഉപരിതല ഗതാഗത വകുപ്പ് മന്ത്രി നിതിൻ ഗഡ്കരിക്ക് കത്തുമയച്ചു. ദേശീയപാത നിർമ്മാണ പ്രവൃത്തി ആരംഭിച്ചതു മുതൽ അടിപ്പാതയുമായി ബന്ധപ്പെട്ട് നിരവധി പ്രശ്നങ്ങളാണ് ഉയർന്നുവരുന്നത്. ഇതിൽ ഏറ്റവും ഒടുവിലത്തേതാണ് പള്ളിപ്പുറത്തു നിന്നും കടാങ്കോട് വാരം വഴി പോകുന്ന വാഹനങ്ങൾക്ക് നിർമ്മിച്ച ചാലിൽമൊട്ടയിലെ അടിപ്പാത. ദേശീയപാതയുമായി ബന്ധപ്പെട്ട് നിർമ്മിക്കുന്ന പാലത്തിന് ആവശ്യമായ ഉയരം ഇല്ലാത്തതാണ് പ്രദേശവാസികളുടെ പ്രതിഷേധത്തിന് കാരണമായത്. കണ്ണൂരിലേക്കും മറ്റു പ്രദേശങ്ങളിലേക്കും ഇതുവഴി കടന്നുപോകുന്ന വാഹനങ്ങൾക്ക് പാലത്തിന്റെ ഉയരം സംബന്ധിച്ചുള്ള ആശങ്ക നേരത്തെ തന്നെ അധികൃതരുമായി പങ്കുവച്ചിരുന്നു. പ്രശ്നപരിഹാരം ഉണ്ടാക്കാമെന്ന് വാക്ക് നൽകിയെങ്കിലും അധികൃതരുടെ ഭാഗത്തു നിന്നും യാതൊരു പ്രതികരണവും ഉണ്ടായില്ല. ഈ ഒരു സാഹചര്യത്തിലാണ് ദേശീയപാത പ്രവൃത്തി തടസ്സപ്പെടുത്തുന്ന രീതിയിൽ ഉപരോധ സമരത്തിന് സമരക്കാർ നിർബന്ധിതമായത്. നമ്മുടെ ഈ ബൈപ്പാസ് റോഡ് നിർമ്മാണം ആരംഭിച്ചത് മുതൽ ഈ പ്രദേശവാസികളിൽ ചാലിൽമൊട്ട പള്ളിപ്പുറം ടു റോഡ് അതിൻ്റെ അണ്ടർപാസുമായി ബന്ധപ്പെട്ട് നിരന്തരം ഇതിനെ ബന്ധപ്പെട്ടവരെ കാണുകയും സംസാരിക്കുകയും ഈ പ്രദേശവാസികൾക്ക് പ്രയാസം വരുന്ന തോതിൽ ഈ പാലം നിർമ്മാണം ഉണ്ടാകൂല എന്ന് ഉറപ്പ് നൽകുകയും ആ ഉറപ്പ് പാലിക്കാതെ ഒരു സ്കൂൾ ബസ്സിനോ ആംബുലൻസിനോ പോലും കടന്നു പോകാൻ കഴിയാത്ത അത്ര ഉയരത്തിലാണ് ഇപ്പോൾ അതിൻ്റെ പ്രവൃത്തി നടന്നുകൊണ്ടിരിക്കുന്നത്. ഇന്നലെ കാലത്ത് ഇതിൻ്റെ ബന്ധപ്പെട്ടവരുമായി സംസാരിക്കുകയും ഇന്ന് നമുക്ക് ഇവിടുന്ന് സംസാരിക്കുക എന്ന് പറഞ്ഞെങ്കിലും അവരാരും തന്നെ വന്നില്ല. അതുകൊണ്ടാണ് പ്രദേശവാസികൾ ഒന്നടങ്കം ഇവിടെ വന്ന് നടന്നുകൊണ്ടിരിക്കുന്ന പ്രവൃത്തി തടഞ്ഞുകൊണ്ട് ഉപരോധ സമരം നടത്തുകയാണ്. ഈ പ്രദേശവാസികളെ സംബന്ധിച്ചിടത്തോളം ഇതിൻ്റെ പ്രവൃത്തി തടയണമെന്ന് ആഗ്രഹിച്ചതല്ല. പക്ഷെ അവർക്ക് ഭാവിയിൽ ഒരു തരത്തിൽ ഉപകരിക്കാൻ പറ്റാത്ത രീതിയിൽ ഇതിൻ്റെ നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുക. അത് ഏതാണ്ട് കാലാകാലങ്ങളിൽ നിലനിൽക്കുന്ന ഒരു പ്രവൃത്തി എന്ന നിലയിൽ ഒരടി കൂടി അതിൻ്റെ ഉയരം ഉയർത്തിത്തരണമെന്നാണ് ഈ പ്രദേശവാസികൾ ആവശ്യപ്പെടുന്നത്. ഈ പ്രദേശത്തിൽ കൂടി കണ്ണൂരിലേക്കും അതുപോലെ മറ്റു 5-6 മേഖലകളിലേക്ക് വാഹനം കടന്നു പോകുന്നത് ഈ റോഡ് വഴിയാണ്. ഏതാണ്ട് 10-15ഓളം സ്കൂൾ ബസ്സുകൾ നിരന്തരം കടന്നു പോകുന്ന ഇതാണ്. ഒരു അത്യാഹിതം വന്നു കഴിഞ്ഞാൽ ഒരു ഫയർഫോഴ്സിന് പോലും കടന്നു വരാൻ പറ്റാത്ത രീതിയിലാണ് ഇതിൻ്റെ ഉയരം നിർമ്മിച്ചിട്ടുള്ളത്. അതിനൊരു മാറ്റം വരണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് നമ്മുടെ പ്രിയപ്പെട്ട സഹോദരന്മാർ എന്ത് പ്രയാസങ്ങൾ സഹിക്കേണ്ടി വന്നാലും ഇത് ഞങ്ങൾക്ക് അനുവദിച്ചു തരാൻ ബന്ധപ്പെട്ടവർ സന്നദ്ധമാകണം. അതുവരെ ഈ സമരം തുടരും എന്ന നിലയിലാണ് ഈ പ്രദേശവാസികൾ എല്ലാം വിട്ടെറിഞ്ഞുകൊണ്ട് സ്വന്തം വീടിലെ എല്ലാം ഉപേക്ഷിച്ചുകൊണ്ട് ഈ ചുട്ടുകൊള്ളുന്ന വെയിലത്ത് വന്ന് നിന്നിട്ടുള്ളത്. വേണ്ടത്ര വീതിയോ ഉയരമോ ഇല്ലാതെയാണ് ഇവിടെ അടിപ്പാത നിർമ്മിച്ചിട്ടുള്ളത്. അടിയന്തര ഘട്ടത്തിൽ ആംബുലൻസുകൾക്ക് പോലും കടന്നു പോകാനാവില്ലെന്നും പ്രദേശവാസികൾ ചൂണ്ടിക്കാട്ടുന്നു. വിഷയം ചൂണ്ടിക്കാട്ടി കേന്ദ്ര ഉപരിതല ഗതാഗത വകുപ്പ് മന്ത്രി നിതിൻ ഗഡ്കരിക്ക് കത്ത് നൽകിയിട്ടുണ്ട്. അടിപ്പാത നിർമ്മാണ പ്രാരംഭഘട്ടം മുതൽ തന്നെ ഈ വിഷയം ചൂണ്ടിക്കാട്ടിയിട്ടുണ്ടെന്നും കത്തിൽ പറയുന്നു. സ്കൂൾ ബസ്സുകൾക്ക് പോലും കടന്നു പോകാനാവാത്ത ഈ പാത ഒരു പ്രദേശത്തെ മുഴുവൻ ജനങ്ങളുടെയും ജീവിത പ്രശ്നമായി മാറിയിരിക്കുകയാണ് ഇപ്പോൾ.